Good morning dears, welcome back our GK class. Today we start our new lesson, lesson 10, let us celebrate. We celebrate many festivals. There are two types of festivals are celebrated in India. They are national festivals and religious festivals. നമ്മൾ പല ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇന്ത്യയിലെ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഫെസ്റ്റിവൽസാണ് സെലിബ്രേറ്റ് ചെയ്യണത്. ഏതൊക്കെയാണ്? നാഷണൽ ഫെസ്റ്റിവൽസും റിലീജിയസ് ഫെസ്റ്റിവൽസും. ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ഫെസ്റ്റിവൽ അല്ലേ. നാഷണൽ ഫെസ്റ്റിവലാണ് നമ്മളിപ്പോൾ വി ഡിസ്കസ് അബൌട്ട് നാഷണൽ ഫെസ്റ്റിവൽസ്. Some days are celebrated by everyone in our country. These days are called national festivals. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡേയ്സ് ബൈ എല്ലാവരും ഒരു നമ്മുടെ റിലീജിയനൊന്നും ബേസ് ഇല്ലാതെ കാസ്റ്റൊന്നും ഒരു ബേസ് അല്ലാതെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം ഫെസ്റ്റിവലാണ് എന്ത്? നാഷണൽ ഫെസ്റ്റിവൽ അല്ലേ. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി എക്സിട്ര ആർ അവർ നാഷണൽ ഫെസ്റ്റിവൽ. എന്തൊക്കെയാണ്? റിപ്പബ്ലിക് ഡേയും ഇൻഡിപെൻഡൻസ് ഡേയും അതേപോലെ തന്നെ ഗാന്ധി ജയന്തിയും എന്താണ്? നമ്മുടെ നാഷണൽ ഫെസ്റ്റിവലാണ് അല്ലേ. വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഓൺ 26 ജനുവരി അല്ലേ. നമുക്കറിയണതാണല്ലേ. വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ. വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഓൺ 26th ജനുവരി എവരി ഇയർ അല്ലേ. 26th ജനുവരിയിലാണ് നമ്മൾ എല്ലാ ഇയറിലും 26th ജനുവരിയിലാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യണത് അല്ലേ. ഇവിടെ എന്തെഴുതണം? 26th ജനുവരി. ഇന്ത്യ became a republic on 1950 ജനുവരി 26 അല്ലേ. റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? 1950 ജനുവരി 26 അല്ലേ. അപ്പോൾ വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ on 26th ജനുവരി. നെക്സ്റ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. സ്വാതന്ത്ര്യ ദിനം അല്ലേ. നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്തേ ഉള്ളൂ അല്ലേ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. യെസ്, ഇറ്റ് ഈസ് ഓൺ August 15th അല്ലേ. August 15th നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണത് അല്ലേ. ഇന്ത്യ became independent on 1947 August 15th. In this day we host flags in our institution and offices etc. അല്ലേ. എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും അല്ലേ. പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് അറ്റ് ദ റെഡ് ഫോർട്ട് ഇൻ ഡൽഹി. അന്ന് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും? നാഷണൽ ഫ്ലാഗ് റെഡ് ഫോർട്ടിൽ ഹോസ്റ്റ് ചെയ്യും അല്ലേ. ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർത്താം. നമ്മൾ എന്ത് എഴുതണം? ഇൻഡിപെൻഡൻസ് ഡേ. വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August എവരി ഇയർ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ അവിടെ എന്ത് എഴുതണം? 15th August. നെക്സ്റ്റ് ഈസ് ഗാന്ധി ജയന്തി അല്ലേ. ഗാന്ധി ജയന്തി ഈസ് ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി അല്ലേ. മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ. വി ഗോട്ട് ഫ്രീഡം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഗാന്ധി ജയന്തി അല്ലേ. നമുക്ക് ഫ്രീഡം കിട്ടിയത് ആര് കാരണമാണ്? മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് നമുക്ക് ഫ്രീഡം കിട്ടിയത് അല്ലേ. വി സെലിബ്രേറ്റ് ഗാന്ധി ജയന്തി ഓൺ 2nd October എവരി ഇയർ. അപ്പോൾ ഗാന്ധി ജയന്തിയുടെ അവിടെ എന്തെഴുതണം? 2nd October. I read once more. Republic Day on 26th January. Independence Day on 15th August. Gandhi Jayanti on 2nd October. Next we discuss about religious festival. Religious festival are celebrated by different people of different religions. Religious festival celebrate ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ഡിഫറൻറ്റ് വ്യത്യസ്തമായ കുറേ ആൾക്കാരുണ്ട് അല്ലേ. ഓഫ് ഡിഫറൻറ്റ് റിലീജിയൻസ്, പല കാസ്റ്റുള്ള പല മതങ്ങളിലുമുള്ള ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യണതാണ് എന്ത്? റിലീജിയസ് ഫെസ്റ്റിവൽ. ഇൻ ദിസ് ഡേ വി വിയർ അവർ ബെസ്റ്റ് ഡ്രസ്സസ്, ഈറ്റ് ഗുഡ് ഫുഡ് ആൻഡ് എൻജോയ് വിത്ത് അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമ്മൾ എന്ത് ചെയ്യും? നല്ല ഫുഡൊക്കെ ഈ ഫെസ്റ്റിവലിൻ്റെ അന്ന് നമ്മൾ നല്ല ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഡ്രസ്സ് ഇടും. അതേപോലെ തന്നെ നല്ല ഫുഡ് ഉണ്ടാക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യും അല്ലേ. Diwali,
Christmas, Eid and Guru Parab are our religious festival. കുറച്ച് റിലീജിയസ് ഫെസ്റ്റിവൽ അതൊക്കെയാണ് ദിവാലി, അതുപോലെ തന്നെ ക്രിസ്മസ്, ഈദ്, ഗുരു പർബ്. ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദിവാലി. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ലൈറ്റുകളുടെ ഫെസ്റ്റിവലാണ് അല്ലേ. ഇൻ ദിസ് ഡേ our houses are decorated with lamps, lights and candles. അപ്പം എന്ത് ചെയ്യും, ആ ഹൗസുകളൊക്കെ കാൻഡിലും ലൈറ്റ് ബൾബൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും അല്ലേ. പീപ്പിൾ പ്രിപ്പയർ സ്വീറ്റ്സ് ഇൻ ദെയർ ഹോം ആൻഡ് എക്സ്ചേഞ്ച് ഈച്ച് അതർ. എന്ത് ചെയ്യും, സ്വീറ്റൊക്കെ ഉണ്ടാക്കി മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ. Next we discuss about Christmas. Christmas is the religious festival celebrated by Christians. It is the birthday of Jesus Christ. It is celebrated on 25th December every year. Carols and prayers held in churches in midnight. Small children are waited for Santa Claus to give them gifts. Next we study about Eid al-Fitr. Eid al-Fitr is the most important religious festival celebrated by Muslims. അല്ലേ, അവർ ആഘോഷിക്കുന്ന ഒരു റിലീജിയസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് ഏത്, ഈദ് ഉൽ ഫിത്തർ. ഇൻ ദിസ് ഡേ they goes to mosque to offer their prayers known as നമാസ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർക്ക് പോകും, മോസ്കിലേക്ക് പോവും അല്ലേ. ഓൾ ഓഫ് ദം വെയർ ന്യൂ ഡ്രസ്സസ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ ബൈ സേയിങ് ഈദ് മുബാറക്. എല്ലാവരും ന്യൂ ഡ്രസ്സാണ് ആ ദിവസം ഇടണത് അല്ലേ. നെക്സ്റ്റ് ഈസ് ഗുരുപറബ്. ഗുരുപറബ് ഈസ് എ റിലീജിയസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ സിഖ്സ്. ആ സിഖ് മതക്കാർ സെലിബ്രേറ്റ് ചെയ്യണ ഒരു ഫെസ്റ്റിവലാണ് ഏത്, ഗുരു പർബ്. ദേ ഗോസ് ടു ഗുരുദ്വാര ടു പ്രേ ദ ഗോഡ്. അവരെന്ത് ചെയ്യും, പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവും, ഗുരുദ്വാരയിലേക്ക് പോവും. അവരുടെ ആ പ്രാർത്ഥിക്കണ ആ പ്ലേസാണ് ഇത് ഗുരുദ്വാര. ദെയർ ഹോം ആൻഡ് ദ ഗുരുദ്വാര ഇസ് ഡെക്കറേറ്റഡ് ബൈ ഫ്ലവേഴ്സ് ആൻഡ് ലാംപ്സ്. അവിടെ എന്ത് ചെയ്യും, ഡെക്കറേറ്റ് ചെയ്യും, ഫ്ലവേഴ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ ബൾബുകൾ വെച്ചിട്ടൊക്കെ അവർ ആ ഡേയിൽ എന്ത് ചെയ്യും, ഡെക്കറേറ്റ് ചെയ്യും. നൗ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് പേജ് നമ്പർ 21. ലുക്ക് അറ്റ് ദ പിക്ചർ, ക്ലൂസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫെസ്റ്റിവൽസ്. ക്ലൂസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഫെസ്റ്റിവൽസിൻ്റെ നെയിമൊക്കെ എഴുതണം. ഫസ്റ്റ് പിക്ചർ എന്താണ് നമുക്ക് കാണാം അല്ലേ, ലൈറ്റ്സ് അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ലൈറ്റ്സിൻ്റെ ഫെസ്റ്റിവൽ നമ്മൾ പറഞ്ഞു, ഏതാണ് ലൈറ്റിൻ്റെ ഫെസ്റ്റിവൽ, യെസ് ദിവാലി അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതണം, ഫസ്റ്റ് ഈസ് ദിവാലി. അപ്പോൾ അവിടെ ദിവാലി എന്ന് എഴുതണം. സെക്കൻഡ് വൺ അവിടെ എന്താണ് കാണുന്നത്, യെസ് അവിടെ സാന്താക്രൂസ് ഉണ്ട് അല്ലേ. അവരെന്താണ് ഗിഫ്റ്റൊക്കെ കൊണ്ടിട്ട് നമ്മൾ പറഞ്ഞു, ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് അല്ലേ. ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ ആ ഒക്കേഷനിലാണ്, ക്രിസ്മസിൻ്റെ ഒക്കേഷനിലാണ്. അവിടെ സാന്താക്രൂസ് ഉണ്ട് അവിടെ അല്ലേ, ഗിഫ്റ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, ക്രിസ്മസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതണം, ക്രിസ്മസ്. തേർഡ് വൺ അവിടെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഗ്രീറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ. 2 ബോയ്സ് അവിടെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മോസ്ക് ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഏതായിരിക്കും, യെസ് ഈദ്. അപ്പോൾ തേർഡ് വൺ ഈദ് അവിടെ ഫിൽ ചെയ്യുക. ലാസ്റ്റ് വൺ ഈസ് നമുക്കവിടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയില്ല, 6 അവിടെ 6 ആണ്. സിഖ് മതക്കാരുടെ ഇതൊക്കെ കണ്ടാൽ നമുക്ക് അവരുടെ ക്യാപ്പൊക്കെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് അല്ലേ. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, ഗുരു പർബ്. യു ഷുഡ് fill this in your textbook and study well. We will see the next class. Okay.